കഴിഞ്ഞ കൊല്ലം ആർച്ചർ മുംബൈ ടീമിലായിരുന്നു. മുംബൈക്ക് വേണ്ടി ആർച്ചർ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സീസൺ IPL-ൽ ആർച്ചറെ രാജസ്ഥാൻ സ്വന്തമാക്കി. എങ്കിലും മുംബൈ ഇന്ത്യൻസ് ആർച്ചറെ ലേലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രാജസ്ഥാൻ 12.5 കോടിക്കാണ് ആർച്ചറെ സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ എത്തിയതിനു ശേഷം ആർച്ചർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആർച്ചർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് മുംബൈ ടീമിൽ കളിക്കാനാണ് താല്പര്യം. പക്ഷേ മുംബൈ ടീം എന്നെ വിളിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ കഴിഞ്ഞ വർഷം മുംബൈ ടീമിൽ മികച്ച കളി കാഴ്ചവെച്ചതാണ്. മുംബൈ ടീമിൽ ഞാൻ സെറ്റായതായിരുന്നു. പക്ഷേ അവരെന്നെ വിളിച്ചില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. രാജസ്ഥാൻ ടീം മികച്ചവർ തന്നെയാണ്. പക്ഷേ രാജസ്ഥാനിൽ കളിക്കാൻ എനിക്ക് താല്പര്യക്കുറവുണ്ട്. പണ്ട് ഞാൻ രാജസ്ഥാനിൽ കളിച്ചതാണ്. മികച്ച കളി പുറത്തെടുത്തിട്ടും പിന്നീട് രാജസ്ഥാൻ ടീം എന്നെ ഒഴിവാക്കി. ആ ഒരു വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സ്മിത്ത് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ രാജസ്ഥാനെ നയിക്കുന്നത് സഞ്ജുവാണ്. സഞ്ജുവിന് കീഴിൽ എങ്ങനെ കളിക്കുമെന്നത് ഞാൻ നോക്കി കാണുകയാണ്. എന്തായാലും രാജസ്ഥാൻ എന്നെ വിളിച്ചെടുത്തു. എനിക്കിനി രാജസ്ഥാൻ ടീമിൽ കളിച്ചേ മതിയാവൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ പുറത്തെടുക്കുമെന്ന് ആർച്ചർ വ്യക്തമാക്കി. ആർച്ചർക്ക് മുംബൈ ടീമിൽ കളിക്കാനാണ് താല്പര്യം. ആർച്ചറെ സ്വന്തമാക്കാൻ മുംബൈ ടീം ശ്രമിച്ചുവെങ്കിലും രാജസ്ഥാൻ ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് ആർച്ചറെ വാങ്ങിച്ചത്. ട്രെന്റ് ബോൾട്ടിനെ വിട്ടുകൊടുത്ത് ആർച്ചറെ സ്വന്തമാക്കി. ബോൾട്ടിന് കിട്ടിയത് കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് പിന്നീട് ആർച്ചറെ വിളിക്കാഞ്ഞത്. പക്ഷേ ആർച്ചർക്ക് സഞ്ജുവിനെ വിലയില്ല. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിക്കാൻ ആർച്ചർക്ക് താല്പര്യമില്ല. എങ്കിലും ലേലത്തിൽ ആർച്ചറെ വിളിച്ചത് കൊണ്ട് ആർച്ചർക്ക് ഇനി രാജസ്ഥാൻ ടീമിൽ കളിച്ചേ മതിയാവൂ. ഇപ്രാവശ്യം രാജസ്ഥാൻ 2 കളിപ്പിച്ചാണ് വരുന്നത്. പക്ഷേ രാജസ്ഥാൻ ടീമിൽ നിന്ന് ബട്ട്ലർ, ചഹൽ, ബോൾട്ട്, അശ്വിൻ തുടങ്ങി ഒരുപാട് താരങ്ങൾ പോയി. അതുകൊണ്ട് രാജസ്ഥാൻ ഇപ്രാവശ്യം പുതിയൊരു ടീമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.